നമസ്കാരം, ഞാൻ ഷോണിമ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC. ചാണ്ടി ചെയർമാനാകും. ഉമ്മൻചാണ്ടി UDF ചെയർമാനാകും. രാവിലെ ചേർന്ന UDF ഏകോപന സമിതിയിൽ ഉമ്മൻചാണ്ടി അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കണമെന്ന് പൊതുവികാരം. എന്നാൽ നിർദ്ദേശത്തോട് പൂർണ്ണ സമ്മതമില്ലെന്ന് ഉമ്മൻചാണ്ടി. അതേസമയം ഉമ്മൻചാണ്ടി UDF ചെയർമാനാകുന്നത് നേതാക്കളുടെ നിർബന്ധപ്രകാരമെന്ന് രമേശ് ചെന്നിത്തല. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഹൈക്കമാൻഡിന്റേത്. യോഗത്തിൽ തിരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് വിശദമായ ചർച്ച നടന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ്. ചെയർമാൻ സ്ഥാനത്തിൽ പാർട്ടി നേതാക്കളുടെ താൽപര്യത്തിന് ഉമ്മൻചാണ്ടി സമ്മതം മൂളിയില്ലെങ്കിലും വിഷയത്തിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട് അംഗീകരിച്ചേക്കും. UDF ചെയർമാനും നിയമസഭാ കക്ഷി നേതാവും രണ്ടുപേരാകുന്നത് ഇതാദ്യം. മഴയിൽ മുങ്ങി കേരളം. സംസ്ഥാനത്ത് കാലവർഷം എത്തിയതോടെ വിവിധ ജില്ലകളിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിൽ. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ശക്തമായി മഴ പെയ്യുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. തീരദേശ പ്രദേശങ്ങളിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം. കനത്ത മഴയെ തുടർന്ന് ഇടുക്കി കട്ടപ്പനയിൽ വീടിന് മുകളിലേക്ക് പാറ വീണ് SFI മുൻ ജില്ലാ പ്രസിഡന്റ് മരിച്ചു. വാഴവിര കിഴക്കേപ്പറമ്പിൽ ജോബി ജോണിയാണ് മരിച്ചത്. നിർത്താതെ പെയ്യുന്ന മഴയിൽ കോട്ടയം കുമളി ദേശീയപാതയിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ ഗതാഗതം തടസ്സപ്പെട്ടു. തിരുവനന്തപുരം ജില്ലയിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ കടലാക്രമണത്തിൽ വ്യാപക നാശനഷ്ടം. കാറ്റ് ശക്തമാകുന്ന സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി. അടുത്ത മണിക്കൂറുകളിൽ ശക്തമായി കാറ്റ് വീശാൻ സാധ്യതയെന്നും മുന്നറിയിപ്പ്. നയം വേറെ, നിയമം വേറെ. സ്കൂൾ അടച്ചുപൂട്ടലിന്റെ പേരിൽ നിയമയുദ്ധത്തിനൊരുങ്ങി സർക്കാരും ഹൈക്കോടതിയും. അടച്ചുപൂട്ടാൻ കോടതി ഉത്തരവിട്ട മലാപ്പറമ്പ് സ്കൂൾ ഉൾപ്പെടെ 4 വിദ്യാലയങ്ങൾ ഏറ്റെടുക്കാനുള്ള സർക്കാർ തീരുമാനം അംഗീകരിക്കാനാവില്ലെന്ന് ഹൈക്കോടതി. വിധി നടപ്പാക്കിയ ശേഷം മറ്റു കാര്യങ്ങൾ ആലോചിക്കാമെന്ന് കോടതിയും ഏറ്റെടുക്കലിനെതിരെ മാനേജ്മെന്റും. മലാപ്പറമ്പ്, മങ്ങാട്ടുമുറി, കിരാലൂർ, പാലാട്ട് സ്കൂളുകൾ ഏറ്റെടുക്കാനുള്ള സർക്കാർ തീരുമാനം രാവിലത്തെ മന്ത്രിസഭാ യോഗത്തിൽ. സർക്കാർ നിലപാട് AG CP സുധാകര പ്രസാദ് ഹൈക്കോടതിയെ അറിയിച്ചെങ്കിലും ആദ്യം സുപ്രീം കോടതി വിധി നടപ്പാക്കാനായിരുന്നു നിർദ്ദേശം. സർക്കാർ തീരുമാനം മാനേജ്മെന്റുകൾക്ക് നഷ്ടപരിഹാരം നൽകി സ്കൂൾ ഏറ്റെടുക്കാൻ. എന്നാൽ നഷ്ടപരിഹാര തുക എത്രയെന്ന കാര്യം പിന്നീട് മാത്രം നിശ്ചയിക്കും. അതിനിടെ ഹൈക്കോടതി ഉത്തരവിൽ സ്റ്റേ ആവശ്യവുമായി മാനേജ്മെന്റിനൊപ്പം മലാപ്പറമ്പ് സ്കൂൾ PTA കോടതിയിലേക്ക്. ആണവത്തിലെ ഭാരത വിജയം. ആണവ നയതന്ത്രത്തിന്റെ ഇരട്ട നേട്ടത്തിൽ ഇന്ത്യ. ആണവ വിതരണ രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ അംഗത്വത്തിനുള്ള ഇന്ത്യൻ ശ്രമങ്ങൾക്ക് അമേരിക്കൻ പിന്തുണ നേടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഒപ്പം മിസൈൽ നിയന്ത്രണ നിലപാട് പുലർത്തുന്ന രാജ്യങ്ങളുടെ സംഘത്തിലും ഇന്ത്യ അംഗമാകും. നിർണായക ആണവ വിഷയങ്ങളിൽ ഇന്ത്യയ്ക്കുള്ള അമേരിക്കൻ പിന്തുണ പ്രസിഡന്റ് ബരാക് ഒബാമ അറിയിച്ചത് വൈറ്റ് ഹൌസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയിൽ. അതിനിടെ NSG അംഗത്വത്തിന് ജപ്പാനും ഇന്ത്യയെ പിന്തുണയ്ക്കുമെന്ന് ഇന്ത്യയിലെ ജാപ്പനീസ് നയതന്ത്ര പ്രതിനിധിയും വ്യക്തമാക്കി. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2695 രൂപ, പവൻ 21,560 രൂപ, വെള്ളി ഗ്രാമിന് 42 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 5:30. നമസ്കാരം.